മനസാക്ഷി ഇല്ലാത്തവന് ജീവിതത്തിൽ റിഗ്രറ്റ് തോന്നുന്നു. ഈ ചോദ്യം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, മനസാക്ഷി ഇല്ലാത്തവന് ജീവിതത്തിൽ റിഗ്രറ്റ് തോന്നുമോ എന്ന ചോദ്യത്തേക്കാൾ മനോഹരം മനസാക്ഷി ഇല്ലാത്തവന് ജീവിതം ആസ്വദിക്കാൻ കഴിയുമോ എന്ന ചോദ്യമല്ലേ. എന്തുകൊണ്ടാണ് നമുക്ക് മനസാക്ഷി ഇല്ലാന്ന് തോന്നിപ്പോകുന്നത്? ഒരാളുടെ ജീവിതത്തിൽ വന്നിട്ട് അവരെന്തെങ്കിലും വേദനകരമായ കാര്യം ചെയ്തു പോകുമ്പോൾ അവരുടെ ലൈഫ് അവരെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോകുന്ന കാണുമ്പോഴല്ലേ നമ്മളങ്ങനെ ചിന്തിക്കാറ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ ഹൃദയം വളരെ ചുരുങ്ങിയ ഹൃദയമാണ്. അവർക്ക് ആരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ അടുത്ത് അവർ വന്ന സമയത്ത്, നിങ്ങളിൽ നിന്ന് പ്ലഷർ കിട്ടിയ സമയത്ത് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മറിച്ച് നിങ്ങളിൽ നിന്ന് വേദന കിട്ടാൻ തുടങ്ങിയ സമയത്ത് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങി. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അകന്നു പോയി അവർ മറ്റൊരാളുടെ അടുത്ത് ചെല്ലുമ്പോഴും ഇതേ പാറ്റേണാണ് അവിടെ നടക്കുന്നതെങ്കിലോ? ആദ്യം പ്ലഷർ കിട്ടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയും വേദന വരുന്ന സമയത്ത് അവരിൽ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് സ്വിച്ച് ചെയ്ത് പോവുകയും ചെയ്യുകയാണെങ്കിലോ? ഒന്നോർക്കുക, എന്നാണോ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ സ്വീകരിക്കാൻ കഴിയുന്നത്, അപ്പോഴല്ലേ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുക. അപ്പോൾ മനസാക്ഷി ഇല്ലാത്തവന് റിഗ്രറ്റ് തോന്നുമോ എന്ന ചോദ്യത്തേക്കാൾ മനോഹരം മനസാക്ഷി ഇല്ലാത്തവന് ജീവിതം ആസ്വദിക്കാൻ കഴിയുമോ എന്ന ചോദ്യമല്ലേ.